ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ പാതിരാത്രി ഞാൻ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ എൻ്റെ മാമിയുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ എൻ്റെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. കാറിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടുപേരെ സ്കൂട്ടറിൽ പോകാൻ പറഞ്ഞു. ആ ഫ്രണ്ടിൽ പോകണ അവരാണ്. പിന്നെ നല്ല ദൂരമുണ്ട്, 1 മണിക്കൂർ യാത്ര ഉണ്ട്. വെള്ളറട പനച്ചമൂടാണ് സ്ഥലം പറഞ്ഞത്. ഗൈസ്, അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് പോണത്. എന്തിനു പോകണമെന്ന് വെച്ചാൽ ക്രിസ്മസ് ആയതുകൊണ്ടും പിന്നെ ഒരു മല കയറാനുണ്ട്. അതേത് മലയാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് പറയാം. ഗൈസ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 9:30 ആയി. അവിടെ എത്തിയപ്പോൾ 11 മണിയായി. പിന്നെ പോയിടന്ന് തന്നെ ഫ്രഷായി. പിന്നെ ഫുഡ് ഉണ്ടായിരുന്ന മാമി നമുക്ക് ബറോട്ടയും സാമ്പാറൊക്കെ മേടിച്ച് വെച്ച്. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. പാവം, നല്ല സ്നേഹമുള്ള പൂച്ചയാണത്. പിന്നെ അതാണ്ട് എൻ്റെ അനിയനാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ മാറി മാറി പോണേ. അപ്പോൾ അവനെന്തോ വ്ളോഗിൽ വരും, വൈറലാവുമോ എന്നുള്ളൊരു പേടിയുണ്ടാണ്. ലാസ്റ്റ് അവനെ പിടിച്ച് വീഡിയോയിൽ നിർത്തി. അതിൻ്റെ ഒരു ബഹളമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി ഉറങ്ങാൻ പോവുകയാണ്, കാരണം നാളെ രാവിലെ എണീക്കണം. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെ തന്നെ എണീറ്റു. ഒരു 4:30 ടൈമിന്. എനിക്ക് റെഡിയാവാനാണെങ്കിൽ എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും വേണം. ബാക്കിയുള്ളവർ റെഡിയായാലും ഞാൻ റെഡിയായി തീരില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റ്. ഫൈനലി നമ്മൾ റെഡിയായി ഗൈസ്. ഇനി ഞങ്ങൾ നേരെ മല കയറാൻ പോവുകയാണ്. ഗൈസ്, നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ യാത്രയായിട്ടൊന്നും ഇല്ല കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ മാമിയുടെ വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് മാത്രം 2 കിലോമീറ്റർ. നമ്മുടെ വീട്ടിൽ നിന്ന് പോയെങ്കിൽ ഒരുപാട് ലോങ് ആയേനെ. അപ്പം നമുക്ക് റൂട്ടൊന്നും കറക്റ്റ് അറിയില്ലായിരുന്നു. പിന്നെ പകുതി ദൂരം വരെ മാമ വന്ന് റൂട്ടൊക്കെ കറക്റ്റാണ് പറഞ്ഞു തന്ന്. നമ്മൾ ക്രിസ്മസിൻ്റെ അന്നാണ് പോയത്. അപ്പോൾ രാവിലെ തന്നെ റോഡിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 5 മണി ടൈം, 5-5:30 നല്ല തിരക്കും ആളൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, ഞങ്ങളൊരു ബൈ റോഡിൽ കയറി. അപ്പോൾ അവർ റോഡ് ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ട് വന്നിട്ടുണ്ട്. കാരണം റോഡ് ക്ലിയർ ആവാതെ നമ്മൾ കാറ് കൊണ്ടുപോയാൽ കംപ്ലൈൻ്റ് ആവും. സ്കൂട്ടറാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കാറ് കംപ്ലൈൻ്റ് ആയാൽ തിരിച്ച് വരാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ കാറ് പോണിടം വരെ നോക്കിയിട്ട് പിന്നെ നമ്മൾ കാർ ഒതുക്കിയിട്ടിട്ട് നടന്ന്. അവർ സ്കൂട്ടറിൽ വന്ന്. ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ട്, കാരണം വീടും ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച് മല കയറാൻ പോകുന്നതുകൊണ്ട് ഒരു കാടിൻ്റെ ഫീലായിരിക്കും, ആൾക്കാരൊന്നും ചുറ്റും കാണൂല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പോണ ഈ ബൈ റോട്ടിൽ തന്നെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ കാർ ഇവിടം വരെ പോകും. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന്. ഇവർ രണ്ടൊരു സ്കൂട്ടറിൽ വന്ന് കാർ അവിടെ താഴെ ഒതുക്കിയിട്ടിട്ട്. ഗൈസ്, കണ്ട ഇങ്ങനെ റോഡ് പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ കാറ് കൊണ്ടുവന്ന കംപ്ലൈൻ്റ് ആവും. എന്തായാലും നടന്നത് നല്ലതല്ലെങ്കിൽ കാറ് കംപ്ലൈൻ്റ് ആയേനെ. ഗൈസ്, ഞാൻ കയറുന്ന ഈ മല ഏതെന്ന് വെച്ചാൽ കൂനിച്ചി മലയാണ്. ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും, അറിഞ്ഞൂടാത്തവരും കാണും. ഞാൻ എന്തായാലും ഇവിടെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഗൈസ്, ഈ സ്പോട്ട് വരുന്നത് വെള്ളറട കുരിശുമലയുടെ അടുത്തായിട്ട് വരും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. വലിയ കാര്യത്തിൽ ഞാൻ കയറിപ്പോണേ, എന്താവോ എന്തോ. കയ്യിൽ ഇവരൊക്കെ ആണെങ്കിൽ കമ്പൊക്കെ എടുത്ത്. എനിക്ക് പിന്നെ അതൊന്നും വേണ്ട, എനിക്കിതൊന്നും ചുമക്കണ ഇഷ്ടമല്ല കേട്ടോ. ഓൾറെഡി എൻ്റെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കമ്പും കൂടെ എടുത്തുകൊണ്ട് പോകാനൊന്നും വയ്യ. ഉള്ളിലോട്ട് കയറിയപ്പോൾ ഒരു ഫോറസ്റ്റിൽ പോയ ഫീലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പിന്നെ വീടൊന്നും ഇല്ലായിരുന്നു, 2 സൈഡും ഫോറസ്റ്റ് പോലെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ സമയം ഒരു 6:30 ആയി കാണും. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കയറിപ്പോവാം. അത്രയ്ക്കൊന്നും ഇവിടെ ഡെവലപ്ഡ് ആയിട്ടില്ല. ഫ്യൂച്ചറിൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവുമായിരിക്കും. ഫുഡൊക്കെ നമുക്ക് കൊണ്ടുപോയാൽ വഴിയിലൊക്കെ ഇരുന്ന് കഴിക്കാം. നമ്മൾ പിന്നെ സ്നാക്സും വെള്ളമൊക്കെയാണ് കൊണ്ടുപോയാൽ. നമ്മളതൊക്കെ കഴിച്ച് അങ്ങ് പോയി.
ഗൈസ് വഴിയിലൊക്കെ നല്ല വലിയ വലിയ പീസ് കല്ലുകളൊക്കെയാണ് കിടക്കണം. നല്ല കുത്ത് തേരിയാണ്. അയ്യോ ഗൈസ്, വിചാരിച്ച അത്ര ഈസി അല്ല ഈ ട്രക്കിങ്ങൊക്കെ ചെയ്യണത്. ആദ്യമൊക്കെ ഞാൻ എന്തൊരു ആവേശത്തിൽ കയറിപ്പോയി പകുതിയായപ്പോൾ പിന്നെ എഴഞ്ഞെഴഞ്ഞാണ് ഞാൻ പോയത്. മുകളിലോട്ട് കയറി വന്നപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിസോർട്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഫുൾ പണിയൊന്നും ചെയ്തിട്ടില്ല, പകുതി പണിയേ ചെയ്തിട്ടുള്ളൂ. മുകളിലോട്ട് കയറിയപ്പോൾ നല്ല വൈബുണ്ടായിരുന്നു. വിചാരിച്ച പോലെ നല്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതോ ആ കാണുന്ന പാറയിലൊക്കെയാണ് നമ്മൾ കയറാൻ പോകണം. ഇനി ഒരുപാട് ദൂരമുണ്ട് കയറാൻ. ഗൈസ്, അങ്ങനെ ഞാൻ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് തല ഇറങ്ങി കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു പാറയുടെ മണ്ടയിൽ കയറി ഇരുന്നതാണ്. പിന്നെ എനിക്ക് എണീക്കാൻ പറ്റിയില്ല. നോക്കിയപ്പോൾ തല ഇറങ്ങിയിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പയ്യെ എണീറ്റ് പോയി. പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഫുള്ളും കമ്പ് ഉപയോഗിച്ചാണ് പോയത്. ഇപ്പോഴാണ് മനസ്സിലായത് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ എന്തിനാണ് കമ്പ് ഉപയോഗിക്കണതെന്ന്. കമ്പുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് ഫുള്ളും കമ്പിനെടുത്താൽ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവത്തില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ഫുൾ എനർജി കാലിനെടുക്കുമ്പോൾ നമ്മൾ ടയേർഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം മുതലേ നല്ല എഫേർട്ട് എടുത്ത് കയറിയോണ്ടാണ് എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായത്. കമ്പ് ഉപയോഗിച്ചെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള കയറ്റം കയറിയപ്പോൾ എനിക്ക് കമ്പുള്ളതുകൊണ്ട് നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് കാല് വേദന തോന്നിയില്ല. കാരണം അത്രയും സ്ട്രെയിന് കാലിനല്ലല്ലോ കൊടുക്കുന്നത്, കമ്പിനല്ല. അതുകൊണ്ട് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. ആദ്യമേ ഇത് ചെയ്യുള്ളൂ, ആദ്യം വലിയ ഷോയ്ക്കിനെ കമ്പൊന്നും എടുത്തില്ല. ഗൈസ്, കമ്പൊന്നും ഉപയോഗിക്കാതെ മല കയറുന്ന ആൾക്കാരും ഉണ്ട്. അവർക്ക് അത്രയ്ക്കും സ്റ്റാമിന കാണും. എനിക്ക് പിന്നെ തല ഇറങ്ങിയത്, ഞാൻ തലേ ദിവസമൊന്നും കറക്റ്റായിട്ട് ഉറങ്ങിയില്ല, ഉറക്കം കിട്ടിയില്ല. കാരണം ലേറ്റായിട്ടൊക്കെയാണ് എത്തിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കും. ഗൈസ്, ഇതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ തലയൊക്കെ കറങ്ങിയത്. എന്തായാലും ഒരു കാര്യം പഠിച്ച്, നമ്മളിങ്ങനെ മല കയറാനും ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആവശ്യമുള്ള കമ്പൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് നല്ലതായിരിക്കും. ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ വെള്ളം, മെഡിസിൻ, ഫുഡ് ഇതൊക്കെ കൊണ്ടുപോകണം. കാരണം ഇതേപോലെ വഴിയിലൊക്കെ വെച്ച് ആവശ്യം വരണമെങ്കിൽ നമുക്കത് യൂസ്ഫുള്ളാവും. ഇതിപ്പോൾ ഒരു 4 മണിക്കൂറിൻ്റെ കയറ്റം കയറുള്ളതുകൊണ്ട് സീനില്ല. എന്നാലും വെള്ളവും ഫുഡൊക്കെ കൊണ്ടുപോകണം. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. ഇപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2-3 ആഴ്ചയൊക്കെ ട്രക്കിങ്ങൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകണം. കാരണം ഇതേപോലെ ഫോറസ്റ്റിനകത്തൊക്കെയാണല്ലോ ട്രക്കിങ് ചെയ്യണം. അതിൻ്റെ അകത്തൊക്കെ പെട്ടുപോയിട്ട് പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നാൽ അവിടെ നമുക്ക് ഓടിച്ചാടി ഹോസ്പിറ്റലിലൊന്നും പോകാനൊന്നും പറ്റത്തില്ല. ഇതേപോലെ കയ്യിൽ മെഡിസിൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇവിടെ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിലാണ് നമ്മൾ വന്നത്. എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ ഇവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇങ്ങനത്തെ യാത്രയൊക്കെ പോകുമ്പോൾ കയ്യിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കരുതിയിരിക്കണം. കാരണം ഇങ്ങനത്തെ പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് തന്നെ അത് യൂസ്ഫുള്ളാവും. ഗൈസ്, എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് കാണും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പാർട്ടും കാണണം. കാരണം നമ്മൾ ഈ മലയുടെ മണ്ടയിൽ കയറിയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നല്ല കിടിലമാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ. നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും.